ഗാസയിൽ മേലുള്ള നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ട ഹമാസ്. ഗാസയിലെ പൗരന്മാരുടെ മേൽ ഹമാസിനുണ്ടായിരുന്ന അധികാരം നഷ്ടപ്പെട്ടതായുള്ള വിവരം ഇസ്രായേൽ പ്രതിരോധ വൃത്തങ്ങൾ പുറത്തുവിട്ടു. ഗാസയിൽ ഇസ്രായേൽ മാനുഷിക സഹായ വിതരണം ആരംഭിച്ചതിനു ശേഷമാണ് ഹമാസിന്റെ നിയന്ത്രണം പൂർണ്ണമായും ജനങ്ങൾ പുറന്തള്ളിയിരിക്കുന്നത്. ഇസ്രായേൽ US സംയുക്ത മാനുഷിക പദ്ധതിയായ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന GHF വഴി കഴിഞ്ഞ 5 ദിവസത്തിനിടെ 23,040 ഭക്ഷണമടങ്ങിയ മാനുഷിക സഹായ കിറ്റുകളാണ് ഗാസയിലെ ജനങ്ങൾക്ക് വിതരണം ചെയ്തത്. ഇതിപ്പോഴും തുടരുകയാണ്. UN പറയുന്ന കണക്കനുസരിച്ച് ഒരു ദിവസം തന്നെ 300 ട്രക്കോളം സഹായം വേണം ഗാസയിലെ പട്ടിണി മാറ്റാൻ. എന്നാൽ ഇപ്പോൾ 40 ട്രക്ക് മാനുഷിക സഹായമാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യമെത്തിച്ച 238 ട്രക്കുകളിൽ 135 ട്രക്കുകൾ ഹമാസ് ഉൾപ്പെടെയുള്ള ആയുധധാരികൾ കവർന്നതായും ഇസ്രായേൽ വെളിപ്പെടുത്തി. ചിലത് സാധാരണക്കാരായ ജനങ്ങളും അപഹരിച്ചതായാണ് റിപ്പോർട്ട്. അതേസമയം ഇസ്രായേൽ ആവിഷ്കരിച്ച പുതിയ ഈ പദ്ധതി ഹമാസിന്റെ കൈവശം മാനുഷിക സഹായം എത്താതിരിക്കാനും ഗാസയിലുള്ള ഹമാസിന്റെ ഭരണാധികാരത്തെ തകർക്കാനും വേണ്ടിയായിരുന്നു. ഈ പദ്ധതി ഏറെക്കുറെ വിജയിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ US നൽകിയ സഹായ വിതരണത്തിൽ ജനങ്ങൾ തൃപ്തരാണെന്നും ഹമാസിനോടുള്ള വിധേയത്വവും ഭയവും ജനങ്ങൾക്ക് കുറഞ്ഞതായും ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഹമാസിനെ പേടിച്ച് ജീവിച്ചിരുന്ന ജനം സഹായ വിതരണ കേന്ദ്രങ്ങളിലേക്ക് തിരിയുകയും ഹമാസിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതിനോടകം നേതൃത്വത്തിനിരെ ഹമാസിന് നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. 2023 ഒക്ടോബർ 7 ശേഷം നടന്ന ഇസ്രായേൽ സൈനിക നടപടിയിൽ ഇതുവരെ 20,000-ന് മുകളിൽ ഹമാസ് ഭീകരർ കൊല്ലപ്പെട്ടതായാണ് ഹമാസ് വൃത്തങ്ങൾ തന്നെ പുറത്തുവിടുന്ന വിവരം. അതേസമയം ഗാസയിൽ GHF നടത്തുന്ന മാനുഷിക സഹായ വിതരണത്തിൽ നിന്നും UN വിട്ടുനിൽക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.